Is your name, Jesus? Yes, Lord, I love Father. Yes, നീ പിടിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരത്തെ. കരങ്ങളെ ഉയർത്തിയാട്ടെ. ഇവിടെ നിൽക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. യെസ്, ഹല്ലേലൂയ. വിശ്വസിച്ച കരങ്ങളെ ചുരുട്ടിയാട്ടെ, പിടിച്ചാട്ടെ. യെസ്, നിനക്ക് തന്നിരിക്കുക. പിടിച്ചാട്ടെ. ചേർന്ന് പാടിയ നിന്നെ ഹൃദയത്തിന്റെ അകത്തു നിന്നാണോ പാടിയത്? ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണോ പാടിയത്? അല്ലെങ്കിൽ ഒന്നുകൂടെ ചേർന്ന് പാടിയത് നിന്നെ സ്വരം നിന്നിൽ ജീവിപ്പാൻ നിന്നെ പോരാകെ നിൻ മുഖം കാണേണം നിൻ സ്വരം കേൾക്കണം നിന്നിൽ ജീവിപ്പാൻ നിന്നെ പോലാകെ ചേർന്ന് പാടിയ നിൻ മുഖം കാണേണം നിൻ സ്വരം എന്നെ ഞാൻ നൽകിയിടും എന്നെ ഞാൻ നൽകിയിടും എൻ കയ്യിൽ യാഗമാ നിൻ ഗീതം നിന്നെ പോലാകെ നിൻ മുഖം കാണേണം നിൻ സ്വരം
നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ വായിക്കുന്നവൻ നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ വായിക്കുന്നവൻ പാപമെല്ലാം മറക്കുന്നവൻ പുതുജീവൻ പകരുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവൻ പകരുന്നവൻ ചൊരിയണമേ നാഥ ചൊരിയണമേ നിന്നഗ്നി ചൊരിയണമേ നിനക്കായി എരിവാൻ നിനക്കായി ശോഭിപ്പാൻ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച് നിനക്കായി എരിവാൻ നിനക്കായി ശോഭിപ്പാൻ എല്ലാവരും ചേർന്ന് നാഥ ചൊരിയണമേ നിന്നഗ്നി ചൊരിയണമേ ഒരിക്കൽ കൂടെ നാഥ ചൊരിയണമേ നിന്നഗ്നി ചൊരിയണമേ നിനക്കായി എരിവാൻ നിനക്കായി ശോഭിപ്പാൻ നിനക്കായി എരിവാൻ നിനക്കായി ശോഭിപ്പാൻ എല്ലാവരും ചേർന്ന് നാഥ നാഥ ചൊരിയണമേ നിന്നഗ്നി ചൊരിയണമേ നാഥ യെസ് പ്രാർത്ഥനയോടെ ചൊരിയണമേ നിനക്കായി എരിവാൻ നിനക്കായി ശോഭിപ്പാൻ നിനക്കായി എരിവാൻ നിനക്കായി ശോഭിപ്പാൻ ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു പ്രാർത്ഥനേ ചാടി വീണറിൽ കണ്ടു സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ ചെന്ന പകരം എന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു കാതല സൃഷ്ടികളിൽ ഞാൻ കണ്ടു കരവരുത് അത്ഭുത
അത്ഭുതവാം നിൻ ജ്ഞാനത്തിൽ പൂർണ്ണതയും സൃഷ്ടികളിൽ പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നു വാഴ്ത്തിടും സൃഷ്ടാവേ നിൻ ശരീരം തകർത്തൂതി ശുദ്ധരക്തം ചീന്തി നിൻ ശരീരം തകർത്തൂതി ശുദ്ധരക്തം ചീന്തി പകരം എന്തോ നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു പകരമെന്തോ പകരം എന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു പകരമെന്തോ പകരം എന്തോ നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷം. ഹല്ലേലൂയ ഹല്ലേലൂയ. സംഹാരം എന്നെ കാണും സംഹാരം
Jesus power. Super power. Jesus power. Jesus power. Super power. Jesus power. Super power. Oh, Jesus power. Super power. Jesus power. Super 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 power. Holy Spirit power, Holy Spirit power, Holy Spirit power, Holy Spirit power. Jesus power, Jesus power, super power, super power, super power. Kick the devil, smash the devil, smash the devil, kick the devil. Jesus power. കഴിഞ്ഞുപോയ മണിക്കൂറുകളിലെല്ലാം ഏകദേശം 20-ലധികം മണിക്കൂറുകളായി അസാധാരണമാകുന്ന യേശുവിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചു കൊണ്ടിരുന്നു. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഫലപ്രദമാകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ വലിയ ധൈര്യത്തോടുകൂടെ അതിലുപരി പ്രാപിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചുമുള്ള ഉറപ്പോടുകൂടെ നമുക്കെല്ലാവർക്കും മടങ്ങിപ്പോകുവാൻ കഴിയും. ഇന്ന് രാവിലെ ഞാനിവിടെ കടന്നു വന്ന് പിന്നിലിരിക്കുന്ന സന്ദർഭത്തിൽ അടുത്തിരുന്ന ഒരു സഹോദരന് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഹൃദയത്തിൽ ദൈവാത്മാവിലുണ്ടായൊരു ബോധ്യമാണ്, നമ്മെ എല്ലാവരെയും ബ്രാൻഡ് ന്യൂ ആക്കുന്നത് പോലെ ഫാക്ടറിയിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയ ബ്രാൻഡ് ന്യൂ എന്നതുപോലെ ഈ ചില മണിക്കൂറുകൾക്കുള്ളിൽ വലിയ ഒരു പ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അത് പ്രഭാതത്തിൽ ലഭിച്ച ആലോചനയാണ്. ഈ കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ അത് സംഭവിച്ചിരിക്കുന്നു. മത്തായി 15 തേജസ്കരിക്കപ്പെട്ട മലയുടെ മുകളിലായിരുന്നുവെങ്കിൽ അവൻ അറിയില്ല എന്തു പറയണമെന്ന്. എന്താ ഇവിടെ സംഭവിക്കുന്നത് അവന് വ്യക്തമായി ധാരണയില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2 അവൻ അറിയാം, ഇത് പ്രവചന നിവർത്തിയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള പ്രവചന നിവർത്തിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് ചുമ്മാതൊരു കൺഫ്യൂഷനും ഒരു ബഹളവും എനിക്കറിയത്തില്ല ബ്രദറെ എന്താ ഇവിടെ സംഭവിക്കുന്നത്. ഏതാണ്ടൊക്കെ സംഭവിക്കുന്നു, എൻ്റെ മേലൊരു വലിയ സാന്നിധ്യം ഇറങ്ങി, എന്താ എനിക്കറിയത്തില്ല. നോ 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 നോ, വളരെ വ്യക്തമായിട്ടറിയാം ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന്. അതുമാത്രമല്ല, എന്ത് ചെയ്യണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുവാനും പത്രോസിനറിയാം. ഇത് ലക്ഷ്യമില്ലാതെ പോകുന്ന ഒരു ഉണർവല്ല, ഇതിന് ലക്ഷ്യമുണ്ട്. അടുത്തത് എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമാകുന്ന ബോധ്യമുണ്ട്. അത് പടിപടിയായി സംഭവിക്കാൻ പോകുകയാണ്. നിരനിരയായി ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കുമ്പോൾ തട്ടുകൾ പോലെ, അടുക്കി വച്ചിരിക്കുന്ന തട്ടുകൾ പോലെ ഉയർച്ച സംഭവിക്കുവാൻ പോകുന്നു. പടികൾ പടികളായി ആ ഉയർച്ച സംഭവിക്കുവാൻ പോകുകയാണ്. ഒരു നിര അടുത്ത പടിയിലേക്ക് ഉയരുമ്പോൾ അടുത്ത നിര അതിൻ്റെ പിന്നിൽ 1-ാം പടിയിൽ പ്രവേശിച്ചിരിക്കും എന്നതുപോലെ വളരെ കൃത്യമായി ചില നാളുകൾക്കുള്ളിൽ തന്നെ ഒരു വലിയ കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. കരങ്ങൾ അടിച്ച ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചു. വളരെ വ്യക്തമായി പറഞ്ഞാൽ ഇതിന് വേണമെങ്കിൽ ഒരു അന്ത്യകാല ഉണർവെന്ന് പേര് കൊടുക്കുവാൻ കഴിയും. അല്ല എങ്കിൽ ഒരു ന്യൂ കരിസ്മാറ്റിക് വേവ് എന്ന് പേര് കൊടുക്കുവാൻ കഴിയും. അങ്ങനെ പേരിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് അനുഭവിക്കുന്നവർക്കറിയാം ഇതൊരു അന്ത്യകാല മൂവ്മെന്റ് ആണ്. ഒരന്ത്യകാല മൂവ്മെന്റ് ആണിത്.
കർത്താവിന്റെ വരവിന് മുൻപിൽ സംഭവിക്കുന്ന ഒരു വലിയ ശക്തിയേറിയ പരിശുദ്ധാത്മ പ്രവാഹത്തിന്റെ തുടക്കമാണിത്. അതിൽ നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. ശരീരത്തിൽ നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അളവ് വർദ്ധിക്കുവാൻ പോകുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഞാൻ പാസ്റ്റർ ജെറി അലക്സാണ്ടറിന്റെ വീട്ടിലായിരുന്ന സന്ദർഭത്തിൽ അവിടെ ഡോക്ടർ വെസ്ലി എന്ന് പറയുന്നൊരു ദൈവദാസനെ കണ്ടുമുട്ടുവാനിടയായി. തനിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് താൻ ആത്മസാന്നിധ്യം അനുഭവിക്കുകയും ദൈവശബ്ദം തുടർമാനം കേൾക്കുകയും തനിക്ക് ഒരർത്ഥത്തിൽ തുറന്ന കണ്ണുകൾ കൊണ്ട് തന്നെ പല സ്വർഗീയ മഹിമകളും കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ദൈവഭക്തൻ അദ്ദേഹത്തിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും ആ ദൈവഭക്തനെ മൂടിയിരിക്കുന്ന ദൈവ സാന്നിധ്യം തനിക്ക് തുറന്ന കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നുണ്ട്. എനിക്കൊരു അരമണിക്കൂറോളം അദ്ദേഹത്തോട് സംസാരിക്കുവാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടുന്ന് പോയതിനു ശേഷം ഞാൻ വീട്ടിൽ ചെന്ന് രാത്രി 11 മണിക്ക് അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ, ജെറി അലക്സാണ്ടറിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആ സമയത്തും ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ അരമണിക്കൂറിനുള്ളിൽ ഞാൻ കേട്ട 1-2 കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, യേശു പലർക്കും കാണത്തക്കവണ്ണം പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നു. നിങ്ങളിനി അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള പല യോഗങ്ങളിലും നാം കൂടി വരുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം മാത്രമല്ല അനുഭവിക്കുവാൻ പോകുന്നത്, യേശുവിൻ്റെ മഹത്വപൂരിതമാകുന്ന വെളിപ്പാടുകൾ നാം കാണുവാൻ പോകുകയാണ്. ഒരുപക്ഷെ അത് തുറന്നു കണ്ടുകൊണ്ട് കാണുവാൻ ചിലർക്ക് ഭാഗ്യം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. നാം ഇനിയും പ്രതീക്ഷിക്കുന്നതല്ല സംഭവിക്കുവാൻ പോകുന്നത്. അത്യത്ഭുതകരമാകുന്ന ഒരു ദൈവപ്രവർത്തിയുടെ സമയം ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. കരങ്ങൾ അടിച്ച ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചു. ശക്തിയോടുകൂടെ ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചു. നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുവാൻ പോകുന്നു. നമ്മുടെ മേലുള്ള ചുമതലകൾ വർദ്ധിക്കുവാൻ പോകുകയാണ്. നിങ്ങളത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഈ സമാപന മിനിറ്റിലും ഒരു പകർച്ച സംഭവിക്കുവാൻ. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലാണ് ശക്തമാകുന്ന ഒരു പകർച്ച ഉണ്ടാകുന്നത്. എന്നാൽ ഈ യോഗത്തിന് വ്യത്യസ്തത ഉണ്ടായിരുന്നു. ആരംഭ നിമിഷങ്ങളിൽ തന്നെ പകർച്ച സംഭവിച്ചു കൊണ്ടിരുന്നു. ഇതിൽ ഒരു ഡിവൈൻ ഓർഡർ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊന്നും ആരും ക്രമീകരിച്ചതല്ല. എന്നാൽ പ്രാരംഭ നിമിഷം മുതൽ ഈ കഴിഞ്ഞു പോയ ജോഷി പാസ്റ്റർ പറഞ്ഞ ആ സമയം വരെയും ദൈവം തന്നെ ക്രമീകരിച്ച ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡറിന്റെ നടുവിലൊരു വലിയ പകർച്ച സംഭവിച്ചിട്ടുണ്ട്. അത് കർത്താവ് ഉറപ്പിക്കുന്ന ഒരു സ്പർശനം കൂടെ ഇപ്പോൾ സംഭവിക്കുവാൻ പോകുകയാണ്. അത് പ്രാപിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കണം. കർത്താവ് നിങ്ങളെ തൊടുവാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ളതിനാൽ അവിടുത്തെ കരം നിങ്ങളുടെ മേൽ വരുവാൻ പോകുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ബൈബിൾ ഒരർത്ഥത്തിൽ ആ പേരിനേക്കാൾ നല്ലത്, ബൈബിൾ എന്ന് പറയുമ്പോൾ പുസ്തകങ്ങൾ എന്നാകുന്നു അതിൻ്റെ അർത്ഥം. എന്നാൽ സത്യസന്ധമായി നാം ഈ പുസ്തകത്തെ സമീപിക്കുമ്പോൾ അതിലും മെച്ചമായൊരു പേരായിട്ട് എനിക്ക് തോന്നി അത്ഭുതങ്ങളുടെ പുസ്തകമെന്ന് പറയണമെന്നില്ല, അത്ഭുതങ്ങൾ. വേണമെങ്കിൽ അതിനെ അങ്ങ് ഏകവചനത്തിൽ പറയുവാൻ കഴിയും, ഇതൊരത്ഭുതമാണ്. നിങ്ങളുടെ ബൈബിൾ നിങ്ങളുടെ കരങ്ങളിലുണ്ടെങ്കിൽ എടുത്തെന്ന് പറഞ്ഞു, ഇതൊരത്ഭുതമാണ്. ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഇതൊരത്ഭുതമാണ്. പുതിയ നിയമത്തിന് 2000-ലധികം വർഷത്തെ പഴക്കമുണ്ട്. പഴയ നിയമത്തിലേക്ക് പോകുകയാണെങ്കിൽ ഏതാണ്ട് 4000-ലധികം വർഷത്തെ പഴക്കമുണ്ട്. ഈ പുസ്തകം ഈ നിലയിലായിരിക്കുന്നത് തന്നെ ഒരു മഹാ അത്ഭുതമാണ്. നമ്മൾ ഇതിൽ പരിചയമുള്ളവരാണ്. ബാല്യകാലം മുതൽ തന്നെ ഈ പുസ്തകം വായിക്കുന്നു. ഇതിലെ കഥകൾ കേട്ട് നമുക്ക് മിക്ക കഥകളും നന്നായി കാണാതെ അറിയാം എന്നതിനാൽ, ഇതിലെ സംഭവങ്ങളെല്ലാം കാണാതെ അറിയാം എന്നതിനാൽ നമ്മളിപ്പോൾ വായിക്കുമ്പോൾ പരിചിതരാകുന്നവർക്കൊരു പ്രത്യേകതയും തോന്നില്ല. എന്നാൽ ഇതുവരെയും ബൈബിൾ വായിച്ചിട്ടില്ലാത്തൊരു വ്യക്തി ആദ്യമായി ബൈബിൾ എടുത്ത് വായിക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന് അനുഭവിക്കുവാൻ കഴിയുന്നത്? തനിക്കൊരു ക്രിസ്ത്യൻ പാരമ്പര്യവുമില്ല, ഒരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന മനുഷ്യൻ, ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ലാത്തവൻ, ബൈബിൾ വായിച്ചിട്ടില്ലാത്തവൻ ഇതെടുത്ത് വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു വടിയുമായിട്ടൊരു കടലിന് നേരെ
അത് നീട്ടിക്കൊണ്ട് നിൽക്കുന്നു. കടൽ ആ മനുഷ്യന്റെ വടിയുടെ മുൻപിൽ രണ്ടായി വിഭജിക്കപ്പെടുന്നു. എന്തു തോന്നും? ഉറക്കപ്പറ, ഒന്നുകൂടെ ഉറക്കപ്പറ. ഞെട്ടത്തില്ലേ? അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, നീ ഞെട്ടാൻ പോകുകയാ. നിനക്കിത് വെളിപ്പെട്ട് കിട്ടാൻ പോകുകയാ. അടുത്തിരിക്കുന്ന ആളെ കരം കൊടുത്ത് പറ, നിനക്കിത് വെളിപ്പെട്ട് കിട്ടാൻ പോകുക. നീ പലതും ബുദ്ധിയിൽ അറിഞ്ഞിട്ടുണ്ട്, നിനക്കിത് വെളിപ്പെട്ട് കിട്ടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് പ്രതികരിച്ചു. ആ മനുഷ്യൻ പിന്നെയും ഇതിലെ ചരിത്രങ്ങൾ വായിക്കുകയാണെങ്കിൽ 90 വയസ്സുള്ള ഒരു സ്ത്രീ പ്രസവിക്കുന്നു. വാ, ആ കുഞ്ഞിന്റെ അപ്പന് 100 വയസ്സുണ്ട്. അദ്ദേഹം വീണ്ടും ഈ പുസ്തകം വായിക്കുമ്പോൾ സീനായി പർവ്വതത്തിന്റെ മുകളിൽ തീ ഇറങ്ങുന്നു. വാ, ആ മനുഷ്യൻ പിന്നെ ഈ പുസ്തകം വായിക്കുമ്പോൾ നിരാശനാകുന്ന വടികുത്തി വരുന്ന ഒരു വയസ്സൻ, മുതുക്കൻ, അങ്ങനെ പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ മുതുക്കൻ, ഒരു മുതുവയസ്സൻ. 80 വയസ്സുള്ള ആളിനെ നമുക്ക് മുതുക്കൻ തന്നെ വിളിക്കാം, നാടൻ ഭാഷയിൽ. ആ മുതുക്കൻ വന്നപ്പോൾ മുൾപ്പടർപ്പിൽ തീ. വാ, ആ 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 ഓ ഓ ഓ ഓ ഓ മുതുക്കന്മാരുടെയും ഭാവി മാറാൻ പോകുകയാണ്. പല മുതുക്ക് പിടിച്ച സഭയുടെയും ഭാവി മാറാൻ പോകുകയാണ്. വടി താഴെയിടുമ്പോൾ അത് പാമ്പാകുന്നു. വടിയുടെ വാലിൽ, പാമ്പിന്റെ വാലിൽ പിടിക്കുമ്പോൾ അത് വടിയായി മടങ്ങി വരുന്നു. ഈ മനുഷ്യൻ ഇത് വായിക്കുമ്പോൾ ഇവൻ ഒന്നിനു പുറകെ അത്ഭുതം, അത്ഭുതം, അത്ഭുതം. അവൻ അത്ഭുതം പറഞ്ഞേ, അത്ഭുതം, 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 അത്ഭുതം. ഉടനീളം ഇത് സംഭവിക്കുകയാണ്. അവൻ ഏതൊക്കെ പുസ്തകത്തിൽ തിരിയുന്നുവോ ആ പുസ്തകങ്ങളിലെല്ലാം ഉടനീളം ഇത് സംഭവിക്കുകയാണ്. ആമേൻ. പുതിയ നിയമത്തിൽ കയറുമ്പോൾ പുതിയ നിയമത്തിൽ ഉടനീളം ഇത് സംഭവിക്കുകയാണ്. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി. നാറ്റം വെച്ചത് പുറത്തു വരുന്നു. വരാൻ പോകുകയാ, പുറത്തു വരാൻ പോകുകയാ. നിനക്കിതിനെ ഒന്നും അത്രയധികം ഒളിച്ചു വെക്കാൻ കഴിയത്തില്ല. നീ പുറത്തു വരാൻ പോകുകയാണ്, പുറത്തു വരാൻ പോകുകയാ. നിന്റെ ശുശ്രൂഷ പുറത്തു വരാൻ പോകുകയാ, നിന്റെ ശുശ്രൂഷ പുറത്തു വരാൻ പോകുകയാ. നല്ലതുപോലെ പ്രതികരിച്ചു, നല്ലതുപോലെ പ്രതികരിച്ചു, നല്ലതുപോലെ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചു. അറിയാത്ത ആ മനുഷ്യൻ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ പിന്നെയും കാണുന്നു, ഒരു സാധാരണ മനുഷ്യൻ നടന്നു പോകുമ്പോൾ അയാളുടെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. അയാൾ വീണ്ടും വായിക്കുമ്പോൾ ഉറുമാലുകൾ, ഒരു മനുഷ്യന്റെ ഉറുമാലുകളും ഉത്തരീയങ്ങളും രോഗികളുടെ മേൽ വീഴുമ്പോൾ അവിടെ സൗഖ്യം സംഭവിക്കുന്നു. ആ മനുഷ്യനിത് ബൈബിൾ അല്ല, ആ മനുഷ്യനിത് പുസ്തകങ്ങളല്ല, ആ മനുഷ്യനിത് അത്ഭുതമാണ്. നിനക്കിത് ബൈബിളാ.
നീ ജനിച്ച് വീണത് ഇതിന്റെ മുകളിലാ. നിനക്കിത് ബൈബിളാ. എന്നാൽ അവൻ ഇത് അത്ഭുതമാ. ഇത് അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതമാണ്. ആമേൻ. ഇന്ന് രാത്രിയിലെ സമാപന മിനിറ്റിൽ നിനക്കിത് വെളിപ്പെട്ട് കിട്ടാൻ പോകുകയാണ്. യെസ്, ആ മനുഷ്യൻ ഇറങ്ങി. ഇത് അത്ഭുതം. അയാൾക്ക് മനസ്സിലായി ഇത് അത്ഭുതമാണെന്ന്. അയാൾ ഇറങ്ങി. എവിടെ കണ്ടെത്തുവാൻ കഴിയും ഇത്? നമുക്ക് നോക്കാം. അയാൾ കേരളത്തിലെ സഭകളെല്ലാം കയറി ഇറങ്ങാൻ തുടങ്ങി. ഞാൻ ഡിനോമിനേഷൻസിന്റെ പേരൊന്നും പറയുന്നില്ല. കോഴഞ്ചേരിയിലുള്ളതും തിരുവല്ലായിലുള്ളതും ഒക്കെ അദ്ദേഹം കയറി ഇറങ്ങി. എങ്ങനെ ഇരിക്കും നമ്മുടെ സഭയിലേക്ക് വന്നാൽ അയാൾ? ിലേക്ക് പ്രവേശിക്കട്ടെ. പ്രഭാത സമയം സംശയം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് മിടുക്കന്മാരുടെ അരികിൽ പോയി അന്വേഷിച്ചെങ്കിലേ ലഭിക്കുകയുള്ളൂ എന്ന് കരുതി അന്വേഷിച്ചു പോയി നഷ്ടപ്പെട്ടു പോയത്. നീ നിന്റെ വെളിപ്പാടിൽ ഉറച്ചു നിൽക്ക. നിന്റെ വെളിപ്പാട് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകേണ്ട കാര്യമില്ല. നിന്റെ വെളിപ്പാട് ദൈവം നിനക്ക് തന്ന വെളിപ്പാടാണ് സത്യം. ഇവിടെ ഇരിക്കുന്ന ഓരോ അഭിഷക്തന്റെയും ശുശ്രൂഷയിൽ മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. ഈ ബൈബിൾ, ഇതിലെ ഒരു വള്ളിയും പുള്ളിയും മാറുകയില്ല. ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. പ്രിയമുള്ളവർ, ഇത് സംഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞില്ലേ, ഈ ഒരാർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുമെന്ന്. ആ കല്ലുകളെ കർത്താവ് ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുക. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ പകർച്ച ഇന്ന് നിന്റെ മേലുണ്ടാകാൻ പോകുകയാണ്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ രാജ്യത്തെ കർത്താവ് കുലുക്കി തുടങ്ങിയിരിക്കുന്നു. നിന്റെ തൂവാലയൊക്കെ റെഡിയാക്കി വെച്ചോണം. ഞാനൊരു കാര്യം പറയാം. ഇവരുടെ നിഴലിനെയും ഇവരുടെ തൂവാലയും ഒക്കെ ദൈവം ഉപയോഗിച്ചതിന്റെ കാരണം എന്താണെന്നറിയാം? 50 പേരെ ഉള്ളൂ എങ്കിൽ പിന്നെ നിഴലിന്റെ ആവശ്യമില്ല. 100 പേരെ ഉള്ളൂ എങ്കിൽ തൂവാലയുടെ ആവശ്യമില്ല. ഇവരുടെ ഉത്തരവാദിത്വം വലുതാകുന്നതിനാലാണ് ഇവരുടെ നിഴലുകളെയും തൂവാലകളെയും ഒക്കെ ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങിയത്. നിന്റെ ഉത്തരവാദിത്വം വലുതാകാൻ പോകുകയാണ്. വർദ്ധിക്കുവാൻ പോകുകയാണ്. വിശ്വസിച്ച് പ്രതികരിച്ചു. 30 പേരുടെ മേൽ നിഴൽ തട്ടേണ്ട കാര്യമില്ല. നമ്മുടെ സഭയിൽ 50 പേരോ 100 പേരോ ഉള്ളെന്നുണ്ടെങ്കിൽ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ആരും തൂവാല എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ 10,000 വന്നു കഴിഞ്ഞാൽ തൂവാലയുടെ ആവശ്യമുണ്ട്. ഈ പുസ്തകം നിന്നിലൂടെ വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങളാരും ശുശ്രൂഷിച്ചില്ലെങ്കിൽ ഇവൻ ശുശ്രൂഷിക്കും. വല്ലതും നടക്കും. വല്ലതും നടക്കാൻ പോകുകയാണ്. അയാൾ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ വടിയുമായിട്ട് നിൽക്കുന്നു. ഇതെന്തോ മനുഷ്യനാ? നീ എന്തോ മനുഷ്യനാ? ഈ മനുഷ്യൻ ചിലപ്പോൾ ബൈബിൾ വായിക്കാത്ത മനുഷ്യൻ ആദ്യമായിട്ട് ഈ വടിയും പിടിച്ച് കടലിന് നേരെ നിൽക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ എന്തൊരു മനുഷ്യനാ ഇത്? ലഘൂകരിച്ച് ഞാൻ പറയുകയാണ്. അത്ഭുതം ചെയ്യുന്ന ദൈവമെന്നല്ല പറയേണ്ടത്, അത്ഭുതം ചെയ്യുന്ന മനുഷ്യർ. അല്ലെങ്കിൽ അതിനെ കുറെ കൂടെ നമുക്ക് മനസ്സിലാകുന്ന, ബോധ്യമാകുന്ന, നമുക്ക് ദഹിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ മനുഷ്യർ. ഇയാളിങ്ങനെ വായിച്ചു പോയപ്പോ വേറൊരു മനുഷ്യനെ കാണുന്നു. സൂര്യ അവിടെ നിൽക്കടാ, ചന്ദ്ര അവിടെ നിൽക്കടാ. എന്തോ മനുഷ്യരാ ഇത്? രാവിലെ 10 മണിക്ക് തുടങ്ങിയതാ, 2:30 ആയിട്ട് പോകുന്നില്ല. ഈ മനുഷ്യൻ നോക്കിയപ്പോൾ മുഴുവൻ അത്ഭുതം ചെയ്യുന്ന മനുഷ്യരാ. മൊത്തം അത്ഭുതം ചെയ്യുന്ന മനുഷ്യർ. എവിടെ തിരിഞ്ഞാലും അത്ഭുതം ചെയ്യുന്ന മനുഷ്യർ.
കാക്ക വരുന്നു, റൊട്ടിയുമായിട്ട് കാക്ക വരുന്നു, ഇറച്ചിയുമായിട്ട് കാക്ക വരുന്നു. വേറൊരു മനുഷ്യൻ, ആ മനുഷ്യൻ തന്നെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു, തീയിറങ്ങുന്നു. തീയിറങ്ങും. മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് വർദ്ധിക്കുകയാണ്, പെരുകുകയാണ്. പ്രിയമുള്ളവരെ, ഇതിനകത്ത് അത്ഭുതം ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം കുറയുകയല്ല, അത് കൂടിക്കൊണ്ടിരിക്കുക. അത് ഈ അവസാന സമയമാകുമ്പോൾ ഇതങ്ങ് പെരുകാൻ പോകുകയാണ്. എവിടെ തിരിഞ്ഞാലും അത്ഭുതം ചെയ്യുന്ന മനുഷ്യരെ കാണുവാൻ കഴിയും. മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പുതിയ നിയമത്തിൽ ഒരാൾ വെള്ളത്തിൻ്റെ മേൽ നടക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ദൈവമാണ്, യേശുവാണ്. എന്നാൽ ഒരരക്കിറുക്കൻ യേശു വെള്ളത്തിൽ നടക്കുന്ന കണ്ട് വള്ളത്തിൽ നിന്ന് ചാടി വെള്ളത്തിലോട്ട് ഇറങ്ങി. അരക്കിറുക്കന്മാരുണ്ടോ ഇവിടെ? അയാൾ നോക്കിയപ്പോൾ പഴയ നിയമത്തിൽ എവിടൊക്കെ വെള്ളം വെളിപ്പെട്ടിട്ടുണ്ടോ ആ വെള്ളമെല്ലാം വിഭജിക്കപ്പെട്ടു വഴി വെളിപ്പെടുകയായിരുന്നു. വേറൊരു മനുഷ്യൻ, മറ്റൊരരക്കിറുക്കൻ, 5 പൊൻ 2 മീനുമായിട്ട് 15,000 പേർക്ക് ശാപ്പാട് കൊടുക്കാൻ വരും. എല്ലാരും പറയേ, ഇല്ല ഇല്ല, കടഭാരമാ ബ്രദറെ, കടഭാരമാ ബ്രദറെ. നിന്റെ കടഭാരം മാറ്റുന്നതിന് മുമ്പ് കർത്താവ് നിന്നെ വിളമ്പുകാരനാക്കാൻ പോകുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2 വന്നു കഴിഞ്ഞപ്പോഴത്തേന് കൊടിയ കാറ്റ്. അയാൾ നോക്കിയപ്പോൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നു. 5 വന്നു കഴിഞ്ഞപ്പോഴേക്കും നിഴൽ തട്ടുന്നു. പഴയ അരക്കിറുക്കൻ മരിച്ച തബീതയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. രോഗം വന്നു, ഒന്നും സംഭവിച്ചില്ല. മരിച്ചു, ഒന്നും സംഭവിച്ചില്ല. പെട്ടിയിൽ വെച്ചു, ഒന്നും സംഭവിച്ചില്ല. ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി മണ്ണുവാരിയിടുമ്പോൾ അഭിഷേകമുള്ളവന്റെ കൽപ്പനയാൽ എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. അത്ഭുതം ചെയ്യുന്ന മനുഷ്യർ, അത്ഭുതം, അതിനകത്ത് അത്ഭുതം ചെയ്യുന്ന മനുഷ്യർ. കർത്താവരോട് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കാം. ഞാനിങ്ങനെ ഈ ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പിതാവിനോട് പറഞ്ഞിട്ട് അവരിരുവരും കൂടെ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിനെ അയച്ചു. ഇവർക്ക് ഉയരത്തിൽ നിന്ന് പകർച്ച ലഭിച്ചു. അതോടൊന്നിച്ച് തന്നെ ഉയരത്തിൽ നിന്ന് പകർച്ച ലഭിച്ചവരുടെ കൂടെ മുട്ടിമുട്ടി ചിലർ നടന്നു. രോഗികളായിട്ടുള്ളവർ ദയവായി കരം ഉയർത്തിപ്പിടിക്കുക. ശരീരത്തിൽ രോഗമുള്ളവർ ആ കരം നിങ്ങളുടെ തലമേൽ തന്നെ വെക്കുക. കീഴ്പ്പെടുത്തുക, കീഴ്പ്പെടുത്തുക, വിശ്വാസത്താൽ കീഴ്പ്പെടുത്തുക, കീഴ്പ്പെടുത്തുക.
Hey,